ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി 2023 ഇന്നു തന്നെ അംഗമാകൂ. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായിയിലും ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു. സുഹൃത്തിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി ഷാൻ മുഹമ്മദിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. പ്രതിയുമായി കൂടുതൽ തെളിവെടുപ്പുകൾക്കായി പോലീസ് പരിശോധന നടത്തുകയാണ്. മെയ് 4 വരെയാണ് ഷാൻ മുഹമ്മദിനെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. രാവിലെ സീതി ഹാജി പാലത്തിന് സമീപം എത്തിച്ച പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് തുടരുകയാണ്. റിദാൻ ബാസിലിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം പ്രതിയായ ഷാൻ മുഹമ്മദ് റിദാന്റെ 2 ഫോണുകളും സീതി ഹാജി പാലത്തിന് മുകളിൽ നിന്ന് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞെന്നാണ് പോലീസിന് മൊഴി നൽകിയിരുന്നത്. ഇതുപ്രകാരമാണ് പോലീസ്, അഗ്നിരക്ഷാസേന, എമർജൻസി റെസ്ക്യൂ ഫോഴ്സ്, പോലീസ് വളണ്ടിയേഴ്സ് എന്നിവരടങ്ങുന്ന സംഘം ചാലിയാറിൽ തിരച്ചിൽ നടത്തിയത്. ഡിവൈഎസ്പി സാജു കെ എബ്രഹാം, പോലീസ് ഇൻസ്പെക്ടർ പി വിഷ്ണു, എടവണ്ണ എസ്ഐമാരായ വി വിജയരാജൻ, അബ്ദുൽ അസീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. പ്രതിക്ക് ഡൽഹിയിൽ നിന്ന് തോക്ക് സംഘടിപ്പിച്ചു നൽകുവാനും മറ്റു സഹായം നൽകിയതിന് അറസ്റ്റിലായ കോഴിക്കോട് പറമ്പിൽ ബസാർ സ്വദേശി അഫ്നാസ്, തിരുവാലി സ്വദേശി അനസ്, എടവണ്ണ മുണ്ടേങ്കര സ്വദേശി അബ്ദുൾ റഊഫ് എന്നിവരെ കഴിഞ്ഞ ദിവസം കോടതി റിമാൻഡ് ചെയ്തിരുന്നു. ഇവരെ അടുത്ത ദിവസം തന്നെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. കൊലപാതകത്തിൽ ഇവരുൾപ്പെടെയുള്ളവർ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കാവും വരും ദിവസങ്ങളിൽ പോലീസിന്റെ അന്വേഷണം. ഈസ്റ്റ് ലൈവ്, എടവണ്ണ. മഞ്ചേരിയുടെ മണ്ണിൽ വേട്ടേക്കോട് 2 ഏക്കർ സ്ഥലത്ത് മനോഹരമായ 29 വില്ലകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. പരിമിതമായ വില്ലകൾ കൂടി മാത്രം ബുക്ക് ചെയ്യുവാൻ അവസരം.